ഒരാൾ സംരക്ഷിക്കാൻ പോരാടുന്നു, മറ്റൊന്ന് ഒരു മൗനം പ്രതികരിക്കാൻ. ഒരു തലമുറയിൽ നിന്ന് തലമുറയിലേക്കു ശാപം പോലെ പകർന്നു വന്ന മൗനം. സത്യകിയുടെ വാളുകൾ കൃത്യമായിരിക്കും, പക്ഷേ ക്ഷീണിതമായത്. അവന്റെ ശരീരം ഭാരം ചേർന്നതെങ്കിലും മനസ്സുറച്ചിരിക്കുന്നു. ഭൂരിശ്രവസ് ഒരു മോചിതമായ കാറ്റുപോലെ പോരാടുന്നു. ഓരോ പടിയും തലമുറകളായി സമ്പാദിച്ച അപമാനത്തിൽ നിന്ന് രൂപപ്പെട്ടത്. സത്യകി കഷ്ടപ്പെട്ടെങ്കിലും പതറാത്തവൻ. ഭൂരിശ്രവസ് ജ്വലിക്കുന്നവൻ. അവന്റെ സ്വഭാവം കൊണ്ടല്ല, അച്ഛന്റെ ദഹിപ്പിച്ച വേദന കൊണ്ട്. വാളുകൾ ഇടിക്കുന്ന ശബ്ദം ഗർജന പോലെ. ഓരോ പതിയും ഒരു ശ്ലോകം പോലെ. ഓരോ മുറിവും ഒരു മറവിയിലായ ഓർമ്മ. ഒരു വാൾ സത്യകിയുടെ കന്നത്തിൽ തഴുകുന്നു. ഭൂരിശ്രവസ് പല്ലുകൾ കവിളിൽ ചുരണ്ടി അച്ഛന്റെ പേരെ പുഞ്ചിരിച്ചു പറയുന്നു. ഓരോ നീക്കം വാക്കുകൾക്കു മുൻപേ നടന്ന ഭാഷ. കളങ്കം ഏറ്റുതീർക്കാനായ കൗരവം, അപമാനം സഹിച്ച മാനങ്ങൾ, ചികിത്സിക്കാനാവാത്ത ചരിത്രങ്ങൾ. സത്യകി തലയും തോളും ഒന്ന് പതുക്കെ താഴ്ത്തുന്നു. അല്പമായെങ്കിലും പോരായ്മ. വാൾ കൈവിട്ടു പോകുന്നു. അവൻ മുട്ടുകുത്തുന്നു. ശ്വാസം കനത്തിരിക്കുന്നു. ഭൂരിശ്രവസ് ഉയർന്നു നിൽക്കുന്നു. രക്തത്തിലൊഴുകി തളർന്നും ജയിച്ചതായും. ഭൂരിശ്രവസ് കാട്ടായും ദുഃഖം കൊണ്ട് തളർന്ന ശബ്ദത്തിൽ, സോമദത്തന്റെ ലജ്ജ നിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കട്ടെ. രാജാക്കന്മാരുടെ ചിരി ഈ പൊടിയിൽ രാഖയായി തീരട്ടെ. എത്ര ആഴത്തിൽ ദുഃഖമൊഴുകണം ധർമ്മത്തെ മുങ്ങിപ്പൊളിക്കാൻ. ആ ക്ഷണത്തിൽ ഭൂരിശ്രവസ് ഇനി ഒരു യോദ്ധാവിനെയല്ല കണ്ടത്, ഒരു ഭൂതത്തെയായിരുന്നു. അവൻ അച്ഛന്റെ മോചനത്തിനായി പോരാടുമ്പോൾ തന്നെ മഹാനാക്കിച്ച ക്രമത്തെ അവൻ തന്നെ മറഞ്ഞു. ന്യായത്തിന്റെ മുഖമണിയുന്ന പ്രതികാരം നീതിമാന്മാരെയും കാഴ്ചകേടാക്കും. ദൃശ്യവും 5. ദൂരത്തുനിന്നു വന്ന അമ്പ്. യുദ്ധഭൂമിയിൽ നിശബ്ദതയുടെ കനത്തതുപോലെ ഒരു പുസം. സത്യകി നിലത്തുരുണ്ടിരിക്കുന്നു. വാൾ നഷ്ടപ്പെട്ടു. ശ്വാസം ക്ഷീണിതം. ഭൂരിശ്രവസിന്റെ കാൽവിരലുകൾക്കടിയിൽ പിടയപ്പെട്ടു. അവന്റെ മുകളിൽ നിലകൊള്ളുന്നത് ഒരു യോദ്ധാവല്ല, ഒരു വിധിയാണ്, തണുപ്പുള്ളതും അവസാനിപ്പിക്കുന്നതും. അർജുനൻ പായുന്ന മധ്യയെ നിർത്തുന്നു. ഗാന്ധീവത്തിന്റെ വണ്ണിയിൽ അവന്റെ വിരലുകൾ കമ്പിയുന്നു. അവന്റെ സമീപത്ത് കൃഷ്ണൻ മിണ്ടാതെ, പക്ഷേ അവന്റെ കാഴ്ചകാലങ്ങളിലൂടെ കത്തുന്നു. കൃഷ്ണൻ നിശബ്ദമായ ഇളം ഗർജനയിൽ, നിന്റെ സ്നേഹിതൻ വീഴുന്നു. ഇന്ന് മൗനം തന്നെയാണോ നിന്റെ ധർമ്മം പാർത്ഥ?